ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യാതിഥി പ്രിയ സംവിധായകൻ ശ്രീ സത്യൻ അന്തിക്കാട് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, വയനാട്ടിലേക്ക് ഒന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. പണ്ട് പിൻഗാമി എന്നുള്ള സിനിമയിൽ മോഹൻലാലിനെ കൊണ്ട് കുറച്ച് നാൾ ഇവിടെ വന്ന് താമസമല്ലാതെ വയനാട് വഴി അധികം വരാറില്ല. ഇപ്പൊ നാടോടിക്കാറ്റിൽ ഞാൻ തന്നെ പറയിപ്പിച്ച പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറഞ്ഞ പോലെ അതിനൊരു സമയം വന്നു ചേർന്നിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഒരു വർഷത്തിൽ ഒരു സിനിമയെ ഞാൻ ചെയ്യാറുള്ളൂ. ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 മാസം അന്തിക്കാട് കൃഷിയും വായനയൊക്കെ ആയിട്ട് വളരെ ഒതുങ്ങിക്കൂടുന്ന ഒരാളാണ് ഞാൻ. ആ സമയത്തുള്ള ഏറ്റവും വലിയ ഭീഷണി തൃശ്ശൂരിൽ നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ചും സാംസ്കാരിക നഗരം എന്നൊക്കെയാണ് പറയപ്പെടുക. എല്ലാ ആഴ്ചകളിലും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് ആൾക്കാർ വന്ന് ക്ഷണിക്കും. പുസ്തക പ്രകാശനം, വായനശാല ഉദ്ഘാടനം, ബിരിയാണി കട ഉദ്ഘാടനം ചെയ്യാൻ വരെ വന്ന് ക്ഷണിക്കും. ബിരിയാണിയും ഡയറക്ടറും തമ്മിൽ വലിയ ബന്ധമുണ്ടായിട്ടൊന്നും അല്ലെങ്കിലും. അപ്പൊ അത് കാരണം നാട്ടിൽ താമസിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ചടങ്ങുകൾക്ക് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ചടങ്ങെന്ന് കേൾക്കുമ്പോഴേക്കും ഞാൻ പിന്തിരിയാറാണ് പതിവ്. ഗേറ്റിന് പുറത്ത് ഒരു കാറ് വന്ന് നിന്നാൽ ആലോചിക്കും, അയ്യോ ഇവരോട് എന്ത് കള്ളമാണ് പറയാ. അവസാനം മീറ്റിംഗ് ക്ഷണിക്കാനായിട്ട് വരുമ്പോൾ ഞാൻ നല്ല നുണകൾ പറയും. ഒന്നുകിൽ ദുബായിൽ പോവാണ്, അതല്ലെങ്കിൽ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് കയറാണ്. അങ്ങനെ ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വരാറുണ്ട്, പേര് സത്യൻ എന്നാണെങ്കിൽ. അപ്പോ ഇത് ഈ E3 തീം പാർക്കിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ ബാബുവിനെ ഞാൻ കുവൈറ്റിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. ബാബു എന്റെ നാട്ടുകാരനാണ്, ചേറ്റോയിലാണ്. ബാബു എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, വയനാട്ടിൽ വരണം. അപ്പൊ അത് ആദ്യം തന്നെ മനസ്സിൽ പ്ലാൻ ചെയ്തത് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ബാബു എന്നെ അത് വിശദീകരിച്ചപ്പോഴാണ് എനിക്കിതൊരു ആകർഷണം തോന്നുന്നത്. കാരണം പ്രകൃതിയെ നോവിക്കാതെ പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു തീം പാർക്ക് എന്നുള്ളൊരു ആശയം കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. കാരണം ഞാനും ശ്രീനിവാസനൊക്കെ ഈ ഓർഗാനിക് കൃഷിയുടെയും പ്രകൃതി സംരക്ഷണത്തിന്റെയൊക്കെ വക്താക്കളാണ്. നമ്മളത് വീടുകളിൽ പരീക്ഷിക്കുകയും പച്ചക്കറി അടക്കമുള്ള കാര്യങ്ങൾ, വിഷമില്ലാത്ത പച്ചക്കറി അടക്കം കൃഷി ചെയ്യുകയും അതിനെ പറ്റി പുറമെ പറയുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അതിലേക്ക് പെട്ടെന്ന് എന്റെ ഒരു വീക്ക് പോയിന്റിൽ കയറിയിട്ട് ബാബു പിടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അപ്പോ ഞാൻ എന്തായാലും ഇതിന് വരാമെന്ന് തീരുമാനിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ എത്തി. ഈ ഇരുട്ടും വെളിച്ചമൊക്കെ ഉണ്ടെങ്കിലും കുറെ നേരം ഇതുകൂടെ ചുറ്റി നടന്ന് കണ്ടു. അപ്പൊ എനിക്ക് തോന്നി എന്റെ ധാരണ തെറ്റിയിട്ടില്ല. ഇത് വയനാടുകാരും കേരളത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മറ്റെല്ലാവരും മനസ്സിലാക്കി വരാൻ കുറച്ച് സമയം പിടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം മനസ്സിലാക്കിയാൽ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ തീം പാർക്കിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തീം പാർക്കായിരിക്കും E3 എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഇതിന്റെ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആദ്യം ഒന്ന് സംശയിച്ചാൽ ഞാൻ പലപ്പോഴും ഈ ഉദ്ഘാടനങ്ങളിൽ നിന്നും മാറി നിൽക്കാറുള്ള ഒരാളാണ്. സിനിമയൊക്കെ സ്വിച്ച് ഓൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ നിർബന്ധിക്കുമ്പോൾ ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുന്നില്ല, ഞാനതിന് വരാം, ഞാൻ അവിടെ കുറെ നിൽക്കാം. അല്ലാതെ തുടങ്ങി വെക്കാൻ ഒരു പേടിയുണ്ട്. കാര്യം തുടങ്ങി വെച്ചിട്ട് അത് നന്നായില്ലെങ്കിൽ അതിന്റെ ചീത്തപ്പേര് നമുക്കാവില്ല. പക്ഷെ ഒരു സ്ഥലത്ത് എനിക്ക് അത് ഒരു നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിന്താവിഷയ ശ്യാമള തൃശ്ശൂർ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. എന്റെ അടുത്ത് ശ്രീനി പറഞ്ഞു, അത് നിങ്ങൾ എന്നെ സ്വിച്ച് ഓൺ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാൻ ഞാനില്ല, ഞാൻ വേണമെങ്കിൽ ക്ലാപ്പ് കൊടുക്കാം, തുടങ്ങി വെക്കാൻ ഞാനില്ല, അത് പറ്റില്ല. ഇനി ഇതിന്റെ പേരിൽ ഈ സിനിമ പരാജയപ്പെട്ടാൽ നിങ്ങളെ കുറ്റം പറയില്ല. അങ്ങനെ ചിന്താവിഷയ ശ്യാമള ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു. ആ പടം സൂപ്പർ ഹിറ്റായി മാറി. അതുകൊണ്ട് തന്നെ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ ശ്രീനിവാസൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. എന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന മോഹനാണ് ഉദ്ഘാടനം ചെയ്തത്. അതും എന്റെ അടുത്ത് പറഞ്ഞ് അതൊന്നും തുടങ്ങി വെച്ച് കൊടുക്കണം. അങ്ങനെ 2 സിനിമകൾ നിർബന്ധപൂർവ്വം തുടങ്ങി വെച്ചു. പക്ഷെ മഹാഭാഗ്യത്തിന്റെ 2 സൂപ്പർ ഹിറ്റ് സിനിമകളെ, കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയും ചിന്താവിശേഷമാണ്. 3ാമത് ഞാൻ തുടങ്ങി വെക്കുന്നത് E3 തീം പാർക്കാണ്. ഇതൊരു സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഈ മനോഹരമായ തീം പാർക്ക് വയനാടിനെ കേരളത്തിന്റെ, ഇന്ത്യയുടെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കുന്ന ഈ തീം പാർക്ക് ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.